ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്ത്? അല്ല, തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത്? ഇനി അങ്ങോട്ട് ഈ വർഗീയതയും വെറുപ്പും ഒക്കെ അനുഭവിക്കേണ്ടി വരുമോ മാഷെ? ഈ വാട്സപ്പിലെ സംഘിയുടെ കൊലവിളിയെ കേൾക്കുമ്പോൾ എന്തോ പോലെയാണ്. ഈ നഗരസഭയിലെ ഗണഗീതം പാടുമെന്നും ഭാരതാംബയുടെ പ്രതിമ കൊണ്ടുവയ്ക്കുമെന്നും ആ ഉത്തരേന്ത്യ നടന്ന പോലെ ഇവിടെ ചിലപ്പോ ബീഫ് നിരോധിക്കും. നമ്മുടെ കോർപ്പറേഷന്റെ കീഴിലുള്ള കുന്നുകുഴിയിലെ അറവുശാലയല്ലേ, പൂട്ടിക്കുമെന്നാണ് ഇന്നലെ ഒരുത്തും പറഞ്ഞത്. മാഷെ, ഈ ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചത് എത്ര വർഷമാണെന്ന് അറിയാമോ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷ് സർക്കാരുമായിട്ട് ഏകദേശം ഒരു 300 വർഷം ഭരിച്ചാണ്. അതെങ്ങനെയാണ് സാധിച്ചതെന്ന് അറിയാമോ? പണത്തിനും അധികാരത്തിനും വേണ്ടി നമ്മുടെ നാട്ടുകാർ തന്നെ നമ്മളെ നാടിനെ ഒറ്റിക്കൊടുത്തുകൊണ്ടാണ്. അത് ശരിയാണ്. ഈ 50 സീറ്റ് പിടിച്ച BJPയുടെ 41 സീറ്റിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. കോൺഗ്രസിനും കിട്ടി സഹായം. മുട്ടടയില് കോൺഗ്രസ് ജയിച്ചപ്പോൾ BJPക്ക് കിട്ടിയത് വെറും 460 വോട്ടാണ്. 2020 BJP ജയിച്ച വാർഡാണെന്ന് ഓർമ്മിക്കണം. അന്ന് BJPക്ക് വോട്ട് ചെയ്ത വോട്ടർമാരെല്ലാം ഇലക്ഷന്റെ എവിടെ പോയി? അവരൊന്ന് ഇലക്ഷന്റെ വീഗാലന്റ് ടൂർ പോയൊന്നുമല്ലല്ലോ, മറിച്ച് കുത്തിയതാണ്. മാഷേ, പണ്ട് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടി നമ്മളെ ചതിച്ചവർക്ക് വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടായി കാണും. പക്ഷെ അതിന് നാട് മാത്രമല്ല, അവരുടെ തലമുറകൾ കൂടി അതിന് വില കൊടുക്കേണ്ടി വന്നില്ല. നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ കൈപ്പത്തിയുടെ കൈ ഉണ്ടായിരുന്നു മാഷെ താമരയുടെ കൂടെ. അതിന് ചരിത്ര മാപ്പോട് കൂടിയ ചരിത്രബോധവും പൗരബോധവുമുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട്. ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ കോമാളികളെ പ്രതിരോധിച്ച് മുന്നോട്ട് വന്ന പാർട്ടിയാണിത്. നമ്മൾ ഇവിടെയൊക്കെ തന്നെ കാണും മാഷെ. നമ്മൾ ഈ നാട് തിരിച്ചു പിടിക്കും.